ഷവറിനടിയിൽ മഴയത്തെ ക്ലാരയെ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന 40കളിലെത്തിയ മലയാളി ചലച്ചിത്രാസ്വാദക വൃന്ദത്തെക്കുറിച്ചാണ് സുധാരാധിക എഴുതുന്നത്. ചലച്ചിത്രാസ്വാദനം അഥവാ സ്വയംഭോഗം എന്ന കുളിമുറി ആനന്ദം, ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ ചർച്ചയാകുന്നത്. സുധാരാധികയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഷവറിനടിയിൽ മഴക്കോട്ടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സീസണിൽ ഷവറിനടിയിൽ മഴയത്തെ ക്ലാരയെ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന 40കളിലെത്തിയ മലയാളി ചലച്ചിത്രാസ്വാദക വൃന്ദം ഇപ്പോഴും സിനിമയിലും സോഷ്യൽ മീഡിയയിലും എന്ത് സജീവമാണ് എന്ന് കൂടി ചിന്തിച്ചു പോവുകയാണ്. പത്മരാജനെ പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട എഴുത്തുകാർ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. കഥാപാത്രങ്ങളെ ഇത്ര വൈവിധ്യങ്ങളോടെ അവതരിപ്പിച്ച ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ സ്ത്രീകളെയും പുരുഷന്മാരുമായി വരി മാറ്റി നിർത്തി നിർണയിക്കപ്പെടുമ്പോൾ പ്രേക്ഷകന്റെ പരാജയമാണ്. ആഘോഷിക്കപ്പെടുന്ന ക്ലാരയിൽ ഒതുങ്ങുകയാണോ പത്മരാജന്റെ പ്രതിഭ എന്നും സുധാരാധിക ചോദിക്കുന്നു. പ്രയാണം മുതൽ ഞാൻ ഗന്ധർവൻ വരെയായി 140 വിവിധങ്ങളായ ജീവിത സന്ദർഭങ്ങളിലെ മലയാളത്തിലെ ഇൻഡിജിനസ് ആയ സ്ക്രിപ്റ്റുകൾ, അപരന്മാരല്ലാത്ത 100 കണക്കിന് കഥാപാത്രങ്ങൾ. അങ്ങനെയൊരു ജീനിയസിനെ മഴയത്ത് കയറി വന്ന ഡിമാൻഡുകളില്ലാതെ ഭോഗിക്കാൻ കിടന്നു കിട്ടുന്ന ക്ലാര എന്ന സ്ത്രീ കഥാപാത്രത്തിൽ ഓർമ്മിക്കപ്പെടുമ്പോൾ ചലച്ചിത്രാസ്വാദനം പോലും സ്വയംഭോഗം എന്ന കുളിമുറി ആനന്ദത്തിലേക്ക് ഒതുങ്ങുകയാണ്. ജയഭാരതി, ഷീല, സീമ തുടങ്ങി മേധസ്സും മോജസ്സുമുള്ള നായികന്മാരിൽ നിന്ന് കാലാനുസൃതമായി ഒതുങ്ങിയ ശരീരമുള്ള ക്ലാരയിലേക്ക് നായികാ സങ്കല്പം മാറ്റി പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ രൂപം മാത്രമല്ല, സോഷ്യൽ സ്പേസിലെ സ്ത്രീകളുടെ ഏരിയകളും ചുരുങ്ങി. പത്മരാജന്റെ സൃഷ്ടികൾ ജീവിതത്തിൽ നിന്ന് വന്ന വ്യക്തികളാണ്. അവരെ സ്ത്രീകളും പുരുഷന്മാരും എന്ന വിവേചനത്തോടെ ചിന്തിക്കുന്നിടത്ത് പ്രേക്ഷകൻ ശരാശരി നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോകുന്നു. 80കളിൽ ജയഭാരതിയെ ടോയ്ലറ്റിൽ ആനന്ദിച്ചവരുടെ പിന്തുടർച്ചക്കാരാണ് ക്ലാരയിലൂടെ ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞിട്ടും പത്മരാജന്റെ തൂവാനത്തുമ്പി കണ്ട് മതിക്കുന്നത്. സുധാരാധിക പറയുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.